Hi everyone, welcome to Drug Media. ഏവർക്കും ഡ്രഗ് മീഡിയയിലോട്ട് സ്വാഗതം. ഈ ചാനലിൽ അനവധി ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇതിൽ നിന്നും വളരെ വിഭിന്നമായുള്ള മറ്റൊരു ഗർഭനിരോധന മാർഗ്ഗത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുകൂടാതെ തന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഈ ഒരു മെഡിസിൻ ഈ ഒരു പ്രക്രിയ ഒരിക്കലും ചെയ്യരുത്. ഇതൊരു ഗർഭനിരോധന മാർഗ്ഗമാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം വളരെ അനിവാര്യമാണ്. എന്താണ് ഗർഭനിരോധന മറ്റൊരു മാർഗ്ഗം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഒരു ഇഞ്ചക്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും അതോടൊപ്പം തന്നെ ഗർഭനിരോധന ടാബ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗർഭനിരോധന പാച്ചിനെ കുറിച്ചിട്ടാണ്, അതായത് സ്റ്റിക്കറിനെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. ഇത് വളരെ സേഫായിട്ടും അതുകൂടാതെ തന്നെ വളരെ സിമ്പിളായിട്ടും ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു സ്റ്റിക്കറാണ് അല്ലെങ്കിൽ ഒരു പാച്ചാണ്. സ്ത്രീകളിൽ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ പാച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒട്ടിക്കുന്നത്. അതായത് ബെല്ലിയിലാണെങ്കിലും അല്ലെങ്കിൽ അപ്പർ ആം, അവരുടെ ബട്ട് അല്ലെങ്കിൽ ബാക്ക് എന്നിവിടങ്ങളിലായിട്ടാണ് സാധാരണ ഈ പാച്ച് ഒട്ടിക്കുന്നത്. മാസത്തിൽ 3 ആഴ്ചയിൽ, അതായത് പീരീഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ആ 3 ആഴ്ചകളിലായിട്ടാണ് ഈ പാച്ച് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് പറയേണ്ട മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭനിരോധന ടാബ്ലറ്റും ഇഞ്ചക്ഷനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ മെഡിസിന് ഏകദേശം റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ലോകത്തിലെ തന്നെ മികച്ച നമ്പർ 1 ബ്രാൻഡായിട്ടുള്ള എവ്ര ട്രാൻസ്ഡെർമൽ പാച്ചിൻ്റെയാണ് ഞാനൊരു റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇതൊരു റിവ്യൂ മാത്രമാണ്. ഈ എവ്ര ട്രാൻസ്ഡെർമൽ പാച്ചിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ മാത്രമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത്, കാരണം കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മോർ ദാൻ 20 മിനിറ്റിൽ കൂടുതൽ സമയം വേണ്ടി വരും. സോ നമുക്ക് നോക്കാം ഈ എവ്ര ട്രാൻസ്ഡെർമൽ പാച്ചിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. ഇതൊരു ഹോർമോണൽ മെഡിക്കേഷനാണ്. കൂടാതെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ, നമുക്ക് 1 മാസം ഗർഭം ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ എവ്രയുടെ ട്രാൻസ്ഡെർമൽ പാച്ച്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. 2 തരത്തിലുള്ള ഹോർമോൺസാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഒന്ന് പ്രൊജസ്റ്റിൻ, അതായത് നോറൽ ജസ്റ്റിറോമിൻ. കൂടാതെ തന്നെ ഇതിനകത്ത് അടങ്ങിയുള്ള രണ്ടാമത്തെ ഹോർമോൺ അതായത് എസ്ട്രോജൻ, അതായത് എഥിനൈൽ എസ്ട്രോഡയോൾ എന്നീ 2 മെഡിസിനാണ്, ഈ 2 ഹോർമോണുകളാണ് ഈ എവ്ര ട്രാൻസ്ഡെർമൽ പാച്ചിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതും, ഇത് സ്റ്റിക്കർ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ എവ്ര ട്രാൻസ്ഡെർമൽ പാച്ചിനകത്ത് അടങ്ങിയിരിക്കുന്ന 2 ഹോർമോണുകൾ മെൻസ്ട്രൽ സൈക്കിൾ ടൈമിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഓവറിൽ നിന്നും എഗ്ഗ് റിലീസ് ചെയ്യുന്നത് തടയുന്നു. അതായത് എവ്ര ട്രാൻസ്ഡെർമൽ പാച്ച് നമ്മൾ ശരീരത്തിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ ബാക്കിലോ അല്ലെങ്കിൽ ബട്ടിലോ ആമിലോ ഏതെങ്കിലും ഭാഗത്ത് ഒട്ടിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഹോർമോണുകൾ മെൻസ്ട്രൽ സൈക്കിൾ ടൈമിൽ ഓവറിൽ നിന്നും വരുന്ന എഗ്ഗ് റിലീസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തടയുന്നു. കൂടാതെ തന്നെ യോനിക്കകത്തുള്ള ഫ്ലൂയിഡ്സിൻ്റെ തിക്ക് കൂട്ടുകയും അതുവഴി ബീജം എഗ്ഗിലോട്ട് റീച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു എങ്ങനെ ആക്ഷൻ നടക്കുന്നത്, ഇതിൻ്റെ പ്രോസസ്സ് മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ഈ കാര്യങ്ങൾ. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് പാച്ച് ചെയ്യുന്ന സമയം, ഇപ്പോൾ എക്സാമ്പിൾ ഞായറാഴ്ച ഉച്ചക്ക് 1 മണിക്കാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അതുപോലെ തന്നെ സൺഡേ ആഫ്റ്റർനൂൺ 1 o'clock കറക്റ്റ് സമയത്ത് പാച്ച് മാറ്റിയിരിക്കണം. ഒരിക്കലും സമയം തെറ്റാൻ പാടില്ല, ഡേറ്റും തെറ്റാൻ പാടില്ല. ഒരാഴ്ചയിലും പല ഇടങ്ങളിലായിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ, ഈ ആഴ്ച നമ്മൾ ബെല്ലി ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്ത് നമ്മൾ അപ്പർ ആമിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ബട്ടിൻ്റെ ഭാഗത്തോ ഇല്ലെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇനി പാച്ച് കൊണ്ടുള്ള ഒരു ഉപയോഗം, അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% ഇത് എഫക്റ്റീവ്നെസ് ആണ്, ഇത് വർക്ക് ചെയ്യുന്നതാണ്.
കൂടാതെ നോ പെയിൻ, ഒരു വേദനയും ഉണ്ടാവില്ല. നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാനും കഴിയും. മാത്രമല്ല, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതും തരത്തിലും മുമ്പ് എൻ്റെ ഒരു ഗർഭനിരോധന ടാബ്ലറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ടാബ്ലറ്റ് എടുത്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ വോമിറ്റിങ്, ഛർദി, അല്ലെങ്കിൽ നോസിയ, ഗിഡ്നെസ്, തലകറക്കം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരാൻ കാരണമാകുന്നു. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അനവധി ദോഷഫലങ്ങൾ കുറയാൻ കാരണമാകുന്നു. പിന്നെ ഈ പാച്ച് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാച്ച് കട്ട് ചെയ്യാനോ നശിപ്പിക്കാനോ പാടില്ല. കൂടാതെ തന്നെ ഉപയോഗിക്കുന്ന ഭാഗം ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. പിന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഭാഗത്ത് ഒരിക്കലും പാച്ച് സ്റ്റിക്ക് ചെയ്യാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. കൂടാതെ സ്കിന്നി ഒട്ടിക്കുന്ന ഭാഗത്ത് ഇറിറ്റേഷൻ, അലർജി അതുപോലെ ഉണ്ടെങ്കിൽ ഒട്ടിക്കാതിരിക്കുക. അതുകൂടാതെ തന്നെ സ്തനത്തിൻ്റെ മേലെ ആ ഭാഗങ്ങളൊന്നും ഒട്ടിക്കാതിരിക്കുക. പിന്നെ ലോഷൻ, ക്രീം, ജെല്ല്, അതുപോലെ ഏത് തരത്തിലുള്ള ഓയിൽ, ഇതെല്ലാം മനുഷ്യ ശരീരത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഭാഗത്തുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പാച്ച് നമ്മൾ ഒട്ടിച്ചു, സ്റ്റിക്കർ ഒട്ടിച്ച് അത് വീണ് പോയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 24 hours നമുക്ക് വീണ്ടും ആ പാച്ച് അതേ സ്ഥലത്ത് ഒട്ടിക്കേണ്ടതാണ്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അനവധി സൈഡ് എഫക്റ്റ് ഈ മെഡിസിൻ ഉണ്ട്. എങ്കിൽ പോലും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ്, നമ്മൾ ഒട്ടിക്കുന്ന ഭാഗത്ത് ഒരു പക്ഷേ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകും. അതുകൂടാതെ തന്നെ ഒരു പക്ഷേ ചെറിയ മൈൽഡായിട്ടുള്ള ഛർദി, തലവേദന, അതുകൂടാതെ തന്നെ സ്തനം വേദന, സ്തനവീക്കം, കൂടാതെ ജോയിൻ്റ് വീക്കം, യോനിക്കകത്ത് നിന്ന് രക്തസ്രാവം, പിന്നെ തടി കൂടൽ അല്ലെങ്കിൽ തടി കുറയാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്, ഇതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട്. എല്ലാ കോൺട്രസെപ്റ്റീവ് പില്ലും അല്ലെങ്കിൽ ഇത് ഗർഭനിരോധന ടാബ്ലറ്റ് ആണെങ്കിൽ പോലും, ഇഞ്ചക്ഷൻ ആണെങ്കിൽ പോലും, ഇതുപോലെ പാച്ചസ് ആണെങ്കിൽ പോലും ഉണ്ടാകുന്ന മെയിൻ സൈഡ് എഫക്റ്റാണ് ബ്ലഡ് ക്ലോട്ട്, അതായത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. മനുഷ്യ ശരീരത്തിലെ കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് രക്തം ക്ലോട്ടാവുക, ഇല്ലെങ്കിൽ പൾമോണറി എംബോളിസം, ലങ്സിനകത്ത് രക്തം ക്ലോട്ടാവുന്ന അവസ്ഥ, കൂടാതെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്. ഇവയാണ് ഇതിനകത്ത് മേജറായിട്ട് എടുത്ത് പറയേണ്ട സൈഡ് എഫക്റ്റുകൾ, അതായത് ദോഷഫലങ്ങൾ. ഇനി ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് പാച്ച് ഉപയോഗിച്ച് അലർജി ഉള്ളവർ ഇത് ഡോക്ടറെ ഇൻഫോം ചെയ്യണം. കൂടാതെ തന്നെ മുമ്പ് ബ്ലഡ് ക്ലോട്ടുള്ള ആൾക്കാരുകൾ, അതുകൂടെ ബ്ലഡ് പ്രഷർ, അബ്നോർമലായിട്ട് സ്തനം എക്സാം ചെയ്ത ആൾക്കാർ, ഇപ്പോൾ എക്സാമ്പിൾ എന്ത് തരത്തിലുള്ള വീക്കോ തടിപ്പോ ഉണ്ടായിട്ട് സ്തനം പരിശോധനയ്ക്ക് വിധേയ ആൾക്കാർക്ക്, ഇറഗുലറായിട്ടുള്ള ഹാർട്ട് ബീറ്റ്, ക്യാൻസർ, ഹൈ കൊളസ്ട്രോൾ ലെവൽ, ട്രൈഗ്ലിസറൈഡ്, ഡയബറ്റിസ്, ഡിപ്രഷൻ, കൂടാതെ യോനിയിൽ നിന്നും അമിതമായ രക്തസ്രാവം, തൈറോയിഡ് ഡിസീസ് അസുഖം, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തീർച്ചയായിട്ടും ഡോക്ടറെ ഇൻഫോം ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ പാച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ മെഡിസിൻ, അതായത് ഈ പാച്ച് സ്റ്റോർ ചെയ്യേണ്ട ഇതിൻ്റെ സ്റ്റോറേജ് നോക്കാം. ബിലോ 25 ഡിഗ്രിയും കൂടാതെ തന്നെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ മാത്രമാണ് ഈ പാച്ച് കീപ്പ് ചെയ്ത് വെക്കേണ്ടത്, നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടത്. മാത്രമല്ല കുട്ടികൾക്ക് ലഭിക്കാത്ത സ്ഥലത്ത് ഇത് സൂക്ഷിച്ച് വെക്കണം. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് നോക്കാം. എക്സാമ്പിൾ ഒരു USD, അതായത് US ബേസ്ഡ് ആണെങ്കിൽ ഇതിൻ്റെ പെർ യൂണിറ്റ് ഇതിൽ വരുന്ന ഒരു പാച്ചിന് വരുന്ന റേറ്റ് 39 USD ആണ്. അതൊരു ഫുൾ ബോക്സിനാണെങ്കിൽ $709 മുതൽ $720 വരെ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. അതായത് 6 പാച്ചിന്. നമ്മുടെ UAE പ്രൈസ് ആണെങ്കിൽ 45 ദിർഹം മുതൽ 70 ദിർഹം വരെയും, സൗദി അറേബ്യ KSA സൗദി റിയാൽ ആണെങ്കിൽ 42 സൗദി റിയാൽ മുതൽ 70 സൗദി റിയാൽ വരെയും, ഇന്ത്യൻ പ്രൈസ് ആണെങ്കിൽ 200 രൂപ മുതൽ 1100 രൂപ വരെയുമാണ് ഈ പാച്ചിൻ്റെ എമൗണ്ട്. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വളരെ വേഗത്തിൽ തന്നെ വരുന്നതാണ്. താങ്ക് യു.